അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. സ്നേഹധന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അന്ത്യനാളുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശ്വാസ കാര്യങ്ങളിലെ ആമുഖമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി എങ്ങനെയാണ് ഈ വിഷയത്തിൽ നമ്മൾ വിശ്വാസം ഉറപ്പിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നമ്മൾ സംക്ഷിപ്തമായ നിലക്ക് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് രൂപത്തിലുള്ള ഈമാൻ ഏതൊരു വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഉണ്ടാകും. ഒന്ന് മുജ്മലായ ഈമാൻ എന്ന് പറയും, രണ്ടാമത്തത് മുഫസ്സലായ ഈമാൻ എന്ന് പറയും. അത് ഏതൊരു ഈമാൻ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും ഈ രൂപത്തിൽ മുജ്മലായതുമുണ്ട്, മുഫസ്സലായതുമുണ്ട്. ഈമാൻ ബിൽ യൗമിൽ ആഖിറയുമായി ബന്ധപ്പെട്ട മുജ്മലായത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജീവിതത്തിനു ശേഷം ഒരു ലോകം കടന്നു വരാനുണ്ട്. ആ കടന്നു വരുന്ന ലോകത്ത് ഇവിടെ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്കനുസൃതമായി നന്മകൾക്ക് സുകൃതവും അതുപോലെ തന്നെ തിന്മകൾക്ക് ശിക്ഷയുമെല്ലാം ലഭിക്കുമെന്ന് ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് നിർബന്ധമായും ഉണ്ടാകേണ്ട വിശ്വാസം ഉണ്ടായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു ലോകം മരണത്തിന് ശേഷം വരാനുണ്ട്, അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട് എന്ന് ഒരാൾ വിശ്വസിക്കുന്നതോടുകൂടി അയാൾ അൽ ഈമാൻ ബിൽ യൗമിൽ ആഖിർ എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ കടമ്പ അയാൾ കടന്നിട്ടുണ്ട്. എന്നാൽ മുഫസ്സലായ നിലക്കുള്ള ഈമാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് ബർസഖിനെ കുറിച്ചും ബഅസിനെ കുറിച്ചും ഹശ്റിനെ കുറിച്ചും മീസാനും സിറാത്തും ഖന്തറത്തും ഹൗളും സ്വർഗവും നരകവും ഇതിനെക്കുറിച്ചൊക്കെ വിശദമായ നിലക്ക് തന്നെ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്നതുണ്ട്. അതൊക്കെ പഠിക്കുകയും അതൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുവാനുള്ളത് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി വിശ്വസിക്കുന്നതിനെയാണ് തഫ്സീലിയായ ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് ഈമാനും തമ്മിലുള്ള അല്ലെങ്കിൽ ഇതിൽ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത് മനസ്സിലാക്കി അതല്ലെങ്കിൽ തഫ്സീലിയായി കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന തസ്കിയത്തോ തർബിയത്തോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഒന്നാമത്തെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന് കൂടുതൽ അറിവുകൾ ലഭിക്കുന്നു. ആ അറിവുകളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ സ്വാഭാവികമായി മാറ്റുന്നുണ്ടാകും. അതേസമയത്ത് മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു വിശദാംശങ്ങളെ കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് കൂടുതലായിക്കൊണ്ട് അമലുകളുമായി മുന്നേറാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ ഈമാൻ കാര്യങ്ങളുടെ കൂട്ടത്തിൽ നിർബന്ധമായും അദ്ദേഹത്തിന് ഉണ്ടാകേണ്ട വിശ്വാസം പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഈമാനിന്റെ വിഷയത്തിൽ ഇൽമ് വലിയൊരു ഘടകമാണ്. ഈമാനിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയൊരു ഘടകമാണ് ഇൽമ്. ആ ഇൽമ് നമുക്ക് എത്ര കണ്ട് ഈ വിഷയത്തിൽ ഉണ്ടാക്കുവാൻ കഴിയുന്നുവോ അത്ര കണ്ട് നമുക്ക് അതിന്റെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ വരുമ്പോ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായി കൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഖിയാമത്ത് തുടങ്ങുന്നത് അവന്റെ ബർസഖിയായ ജീവിതത്തിലൂടെയാണ്, മരണത്തിലൂടെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മറജൽ ബഹറൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. അവിടെ രണ്ട് കടലുകളെ കുറിച്ച് പറഞ്ഞപ്പോ ആ രണ്ട് കടലുകളെയും അവർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറ സംവിധാനിച്ചിട്ടുണ്ട്. അതായത് ഉപ്പുരുചിയുള്ള കടലും ശുദ്ധവെള്ളമുള്ള കടലും അത് രണ്ടും തമ്മിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് തന്നെ
രണ്ടും കലരാതെ നിൽക്കുന്നതിനെ കുറിച്ച് പറയുവാൻ വേണ്ടി മറ എന്ന് പറയാൻ വേണ്ടി പ്രയോഗിച്ച പ്രയോഗമാണ് ബർസഖ്. ഇതേ പ്രയോഗം തന്നെയാണ് മരണത്തിന് ശേഷമുള്ള ബഅസിന്റെ മുമ്പുള്ള ലോകത്തെ പ്രയോഗിക്കുവാൻ വേണ്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഹയാത്തുൽ ബർസഖിയ എന്നൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത്. അത് ഹിയ അൽ ഹയാത്തുല്ലതി ബൈന ദുനിയ വൽ ആഖിറ. അൽ ഹയാത്തുല്ലതി ബൈന ദുനിയ വൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിലുള്ള ഒരു ജീവിത കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിനാണ് ബർസഖ് എന്ന് പറയുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വമിൻ ബറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ 100ാമത്തെ ആയത്താണ്. വമിൻ വറാഇഹിം, അഥവാ അവർക്ക് പിറകിൽ വരാനുണ്ട്, അഥവാ ഈ ഐഹിക ലോകത്തിന്റെ പിറകിലായി കൊണ്ടുവരാനുണ്ട് ബർസഖുൻ, ഒരു ബർസഖ് വരാനുണ്ട്. അത് എവിടെ വരെയാണ്? ഇലാ യൗമി യുബ്അസൂൻ, അവരെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരേക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഒരു ലോകമുണ്ട്. ആ ലോകത്തെയാണ്, ആ ജീവിതത്തെയാണ് ബർസഖ് എന്ന് പറയുന്നത്. മഹാനായ ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് മാ ബൈനൽ മൗതി ഇലൽ ബഅസി, മരണത്തിന്റെയും അതുപോലെ തന്നെ ബഅസിന്റെയും അഥവാ ഉയർത്തെഴുന്നേൽപ്പിന്റെയും ഇടയിലുള്ള ലോകത്തിനെയാണ് ബർസഖ് എന്ന് പറയുന്നത് എന്നാണ് മഹാനായ ഫർറാ റഹിമഹുല്ലാഹ് പറയുന്നത്. കാണാം, അൽ ബർസഖു മിൻ യൗമി യമൂത് ഇലാ യൗമി യുബ്അസ്, മരിക്കുന്ന ദിവസം തൊട്ട് അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെയാണ് എന്നാണ് മഹാനായ ഫർറാ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്താണ് മരണം എന്ന് പറയുന്നത്? ഇസ്ലാമിന്റെ ഭാഷയിൽ മരണം എന്ന് പറയുന്നത് ഖുറൂജുർ റൂഹി മിനൽ ജസദി, ഖുറൂജുർ റൂഹി മിനൽ ജസദി, ശരീരത്തിൽ നിന്നും ആത്മാവ് പുറത്തു പോകുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് മരണം എന്ന് പറയുന്നത്. മരണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. മരണം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്, ഒരു അവസ്ഥയല്ല, ഒരു സൃഷ്ടിയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയുമ്പോ അതിന് കൃത്യമായ തെളിവുകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണല്ലോ, യുഅ്താ ബിൽ മൗതി കഹൈഅതിക ബിശിൻ അംലഹ്, അഥവാ വെള്ളയും കറുപ്പും നിറഞ്ഞ ഒരു കൂറ്റനാടിന്റെ രൂപത്തിൽ, വെള്ളയും കറുപ്പും രോമങ്ങൾ നിറഞ്ഞ, അംലഹ് എന്നൊക്കെ പറയുമ്പോ പൊതുവെ വെള്ള നിറമായിരിക്കും കൂടുതൽ ഉണ്ടാകുക, കറുപ്പ് രോമങ്ങളുടെ എണ്ണം കുറവായിരിക്കും. ആ രൂപത്തിലുള്ള ഒരു നിറമാണ് അംലഹ് എന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ നിറത്തിലുള്ള ഒരു ആടിന്റെ, കൂറ്റനാടിന്റെ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് മരണത്തെ കൊണ്ടുവരും. ഫയുനാദി മുനാദി, അങ്ങനെ വിളിച്ചു പറയുന്നയാൾ വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന, സ്വർഗാവകാശികളെ എന്ന് വിളിക്കും. അപ്പൊ സ്വർഗത്തിലെ ആളുകളൊക്കെ എന്താകും? എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് തല ഉയർത്തി കഴുത്ത് നീട്ടി ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ പ്രത്യേകമായി ഇങ്ങനെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കണീനാണെന്ന് പറയാം. ഇഷ്റഅബ്ബ എന്നൊക്കെ പ്രയോഗിക്കാറുള്ളത്. അപ്പൊ യശ്റഅബ്ബൂന, അവരിങ്ങനെ തല നീട്ടി കഴുത്ത് നീട്ടി ശ്രദ്ധിച്ചു നോക്കും. വയൻദുറൂൻ, അങ്ങനെ അവരങ്ങനെ നോക്കും. ആ സമയത്ത് യഖൂലു, വിളിച്ചു പറഞ്ഞാൽ ചോദിക്കും, ഹൽ തഅരിഫൂന ഹാദാ, ഇതെന്താ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുന്നു. ഈ ആടിന്റെ രൂപത്തിലുള്ള വസ്തുവിനെ കാണിച്ചിട്ട് ചോദിക്കും, ഇതെന്താന്ന് അറിയാമെന്ന് ചോദിക്കുമ്പോ സ്വർഗാവകാശികൾ പറയും, യഖൂലൂൻ, അവര് പറയും, എന്താ പറയാ? നഅം, ഞങ്ങൾക്കറിയാം, ഹാദാ അൽ മൗത്ത്, അതാണ് മരണം, അതാണ് മരണം. വകുല്ലുഹും ഖദ് റആഹു, അവരൊക്കെ ആ മരണത്തെ കണ്ടു ഉറപ്പിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് എന്തായത്, അവര് ആ സാധനത്തെ കണ്ടു ഇതാണ് മരണം എന്ന് അവർക്ക് എന്തായത് ബോധ്യപ്പെട്ടതും അവരത് പറഞ്ഞതും. അതേപോലെ തന്നെ പിന്നെ ആ വിളിച്ചു പറയുന്ന ആള് വീണ്ടും വിളിച്ചു പറയുക, അഹ്ലന്നാർ, ആ സമയത്ത് നരകാവകാശികൾ അവരും അവരുടെ കഴുത്തുകളൊക്കെ നീട്ടി അങ്ങനെ സൂക്ഷിച്ചു നോക്കും. ഫയഖൂലു ഹൽ തഅരിഫൂന ഹാദാ, ഈ സാധനത്തിന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോ ഫയഖൂലൂന, അവരും പറയും, നഅം, അതെ, ഹാദൽ മൗത്ത്, ഇതാണ് മരണം. അവരും പറയും ഹാദൽ മൗത്ത്, ഇതാണ് മരണം എന്ന് പറയുമെന്നാണ്
അങ്ങനെ രണ്ടു കൂട്ടർക്കും ഇത് മരണമാണ് എന്ന് ബോധ്യപ്പെടും. അവരൊക്കെ അത് കണ്ടവരെ പോലെയാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞത്. എന്നാൽ അവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ ആടിന്റെ രൂപത്തിലുള്ള മരണത്തെ അവിടെ വെച്ചുകൊണ്ട് അറുക്കപ്പെടുന്നു. അവിടുന്ന് വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറയും, സ്വർഗാവകാശികളെ, ഇനി നിങ്ങൾ അമരത്വത്തിലാണുള്ളത്, നിങ്ങൾക്ക് മരണമില്ല. നരകാവകാശികളെ, ഇനി നിങ്ങൾ എന്തെന്നും ജീവിക്കുന്നവരാണ്, ഇനി നിങ്ങൾക്ക് മരണമില്ല എന്ന് അവിടെ വെച്ച് വിളിച്ചു പറയുന്നത്. സൂറത്തുൽ മുൽക്കില് തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. അപ്പൊ മരണത്തെ അല്ലാഹു സൃഷ്ടിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ മരണം എന്നുള്ളത് ഒരു അവസ്ഥ അല്ല, ഒരു സംഭവമല്ല, മറിച്ച് എന്താണ്? അത് അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ സ്വർഗാവകാശികളും നരകാവകാശികളും അതിനെ നേരിട്ട് കണ്ട് അവർ എന്താക്കാറുണ്ട്? അത് മനസ്സിലാക്കാറുണ്ട്, മനസ്സിലാകും. ഇവിടെയാണ് നമ്മളും നമ്മുടെ നാട്ടിലുള്ള അശ്അരികളും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെയാണ് നമ്മളും മുഅ്തസിലികളും തമ്മിലുള്ള വ്യത്യാസം. മുഅ്തസിലികളും അശ്അരിയാക്കളും പറയാറുള്ളത് അന്നൽ മൗത അദമുൽ ഹയാതി അമ്മാ ശഅനുഹു അൽ ഹയാത്ത്. ജീവനില്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേരാണ് മരണം. ജീവനില്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേരാണ് മരണം. അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ജീവനുള്ളതാകുന്നതാണ്. അതല്ല, ജീവനില്ലാത്ത അവസ്ഥക്ക് പറയണല്ല മരണം. അങ്ങനെയാണെങ്കിൽ രാത്രി നമ്മൾ മരിച്ചു എന്ന് പറയാൻ പറ്റൂല. രാത്രി നമുക്ക് എന്തുണ്ട്? ജീവനുണ്ട്. രാവിലെ നമ്മൾ എണീക്കുമ്പോ പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്നാണ്. അപ്പൊ രാത്രി നമ്മൾ മരിക്കുന്നുണ്ട്, പക്ഷെ അത് വലിയ മരണമല്ല, ചെറിയ മരണമാണ്. അള്ളാഹു ആ രൂപത്തിൽ മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താവില്ല? എന്താണ് അവിടെ സംഭവിച്ചത്? ആ സംഭവിച്ച അവസ്ഥയിൽ നിന്ന് പിന്നീട് തിരിച്ചു വരുന്നില്ല. പക്ഷേ ജീവനുണ്ടപ്പോഴും. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന്റെ രൂപം, മരണത്തിന്റെ രൂപം എന്ന് പറഞ്ഞാൽ ആടിന്റെ രൂപത്തിലായിക്കൊണ്ടെന്തായി കൊണ്ടുവന്നപ്പോൾ നരകത്തിലെ ആളുകളും അത് മനസ്സിലാക്കി, സ്വർഗത്തിലെ ആളുകളും അത് മരണമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം തിരിച്ചറിഞ്ഞു എങ്കിൽ അതിന്റെ കാരണം എന്താണ്? അവർ മരണത്തെ കണ്ടവരും മരണത്തെ ആസ്വദിച്ചവരുമാണ് എന്നതുകൊണ്ടാണ് പിന്നീട് രണ്ടാമത് കാണിച്ചെടുത്തപ്പോ ഇതാണ് സാധനം, എന്തായത് അതവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അങ്ങനത്തെ ഒരു സൃഷ്ടിയാണ് മരണം എന്നുള്ള കാര്യം നമ്മൾ എന്താക്കേണ്ടതുണ്ട്? മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ വരുമ്പോ ഈ ബർസഖിയായ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ ഫിത്നകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. ബർസഖിയായ രൂപത്തിലുള്ള അവിടെ ഒന്ന് ഫിത്നകളുണ്ട്, രണ്ടാമത്തെ അവിടെ നന്മകൾക്ക് പുണ്യമുണ്ട്, പ്രതിഫലമായി കൊണ്ട് സന്തോഷങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബർസഖിന്റെ ഏറ്റവും അവസാനം എന്ന് പറയുന്നത് സൂറിലൂടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇങ്ങനെ 3 ഘട്ടങ്ങൾ, അതിൽ 3 സംഭവങ്ങളാണ് പ്രധാനമായി കൊണ്ടും ഖുർആനിലും ഹദീസുകളിലൊക്കെ വന്നതിനെ അതിനെ നമ്മളൊന്ന് വർഗീകരിക്കുകയാണെങ്കിൽ ആ നിലക്ക് നമുക്ക് അതിനെ വർഗീകരിക്കാൻ കഴിയും. ഇപ്പൊ ഫിത്നയുണ്ട്, പരീക്ഷണമുണ്ട്, പരീക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ 27ാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചെന്നല്ലോ, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വൽ ഫിൽ ആഖിറ. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ, വിശ്വസിച്ചവരായ ആളുകൾക്ക് അല്ലാഹു സ്ഥിരത നൽകുന്നതാണ്, സ്ഥൈര്യം നൽകുന്നതാണ്. ബിൽ ഖൗലി സാബിതി, ഉറച്ച വാക്കുകൾ കൊണ്ട്. ഫിൽ ഹയാത്തി ദുനിയാ വ ഫിൽ ആഖിറ, ദുനിയാവിലെ ജീവിതത്തിലും ആഖിറത്തിലെ ജീവിതത്തിലും എന്ന് പറയുമ്പോ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കൊണ്ട് ഇമാം തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം. അത്തസ്ബീതു ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലുള്ള തസ്ബീത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇദാ അതാഹുൽ മലക്കാനി ഫിൽ ഖബ്രി ഫഖാലാ ലഹു മൻ റബ്ബുക ഖാല റബ്ബി അല്ലാഹ് വഖാലാ ലഹു മാ ദീനുക ഖാല ദീനിയൽ ഇസ്ലാം വഖാലാ ലഹു മൻ നബിയുക ഖാല നബിയ്യി മുഹമ്മദുൻ ഫദാലിക അത്തസ്ബീതു ഫിൽ ഹയാത്തി ദുനിയ. ഈ ആയത്തിൽ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സിഫാത്തിനെ നൽകുമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഖബറിൽ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ, ഖബറിൽ ഒരാളെ പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആ പ്രവേശിപ്പിക്കപ്പെടുന്നതോടുകൂടി അവന്റെ അടുക്കൽ 2 മലക്കുകൾ വന്ന് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ. ആ 3 ചോദ്യങ്ങൾക്കും അയാൾക്ക് ഉത്തരം പറയാൻ കഴിയലാണ് എന്ന് മഹാനായ ബർറാ ഇബ്നുൽ ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവാണ് എന്റെ റബ്ബ്. ഏതാ നിന്റെ മതം എന്ന് ചോദിച്ചാൽ എന്റെ മതം ഇസ്ലാമാണെന്ന് പറയാൻ കഴിയുക. ആരാണ് ഈ നബി എന്ന് ചോദിച്ചാൽ, ആരാണ് നിന്റെ നബി എന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയാണ് എന്റെ നബി എന്ന് പറയുവാൻ സാധിക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഏതുകൊണ്ട്? ഖൗലു സാബിത്ത് ഫിൽ ഹയാത്തി ദുനിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് മഹാനായ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇനി അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നും ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ ഖബറൽ മയ്യത്തു, ഒരു മയ്യത്ത് അതിനെ ഖബറിലാക്കപ്പെട്ട് കഴിഞ്ഞാൽ, അപ്പൊ ആ മയ്യത്ത്, അപ്പോ അങ്ങനെ വലിയൊരു ഹദീസാണ്. ആ ഹദീസിന്റെ ഭാഗത്തിൽ കാണാൻ സാധിക്കും, അത്താഹു മലക്കാനി അസ്വദാനി അസ്റഖാനി യുഖാലു അഹദുഹുമാ അൽ മുൻകർ വൽ ആഖർ അൻ-നകീർ ഫയഖൂലാനി മാ കുൻത തഖൂലു ഫീ ഹാദാ റജുൽ. ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തതാണ്. അദ്ദേഹം ഇത് ഹദീസ് ഹസനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ സിഹത്തിനെ കുറിച്ച് എന്താക്കിയിട്ടുണ്ട്, അത് ശരിയാണോ അല്ലേ എന്നതിന്റെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കാരണം മുൻകർ നക്കീർ എന്നുള്ള 2 പേരുകൾ അത് ഖബറിൽ ചോദിക്കുവാൻ വരുന്ന മലക്കുകളുടെ പേരുകളാണോ അല്ലേ എന്നൊക്കെ എന്തുണ്ട്, തർക്കങ്ങൾ നിലനിൽക്കുന്നത്. എന്തായിരുന്നാലും ഇതല്ലാത്ത ഹദീസുകളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമെന്നുള്ള നിലക്ക് ഉള്ള സംഭവങ്ങൾ സ്ഥിരപ്പെട്ടു വന്നതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മരണപ്പെട്ട് അവനെ ഖബറിൽ വെക്കുന്നതോടുകൂടി അവന് ധാരാളം ഫിത്നകൾ, ആ ഫിത്നയുടെ ഭാഗമായി കൊണ്ടുള്ളതാണ് അവനുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ അവന് അതിന് ഉത്തരം പറയുവാൻ സാധിക്കുക എന്നതുമാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഒരു മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രൂപത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വലിയ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരാൾ മരണപ്പെട്ട്, അഥവാ അൻസാരികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബി മരണപ്പെട്ട് അദ്ദേഹത്തെ മറവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, മറവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ബഖീൽ അർഖദിലേക്ക് മയ്യത്തെടുത്തു, അതിനുശേഷം മയ്യത്ത് അവിടെ വെച്ചു, ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ വടിക്കഷ്ണം എടുത്ത് ഭൂമിയിൽ ഇങ്ങനെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, എന്തെങ്കിലും ഒരു ടെൻഷനോ പ്രയാസമൊക്കെ മനസ്സിലുണ്ടാവുമ്പോ കയ്യിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരഞ്ഞു കുത്തിയൊക്കെ നിൽക്കും. ഇതേ രൂപത്തിൽ നബി ചെയ്തുകൊണ്ടിരുന്നപ്പോ അങ്ങനെ സഹാബത്തൊക്കെ നബിന്റെ അടുത്ത് സാഗൂതം, തലയിൽ പക്ഷികൾ ഉള്ളതുപോലെ അവർ തലതാത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഈദു ബിഅദാബിൽ ഖബർ, ഇസ്തഈദു ബിഅദാബിൽ ഖബർ, നിങ്ങൾ ഖബർ ശിക്ഷയെ തൊട്ട് നിങ്ങൾ എന്താകണം, അല്ലാഹുവിനോട് ശരണം തേടണം കേട്ടോ എന്നാണ്. 3 പ്രാവശ്യം ആവർത്തിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുനിയാവിന്റെ അവസാനമാവുകയും അവന്റെ പരലോകത്തിന്റെ തുടക്കമാവുകയും ചെയ്തു കഴിഞ്ഞാൽ നസല ഇലൈഹി അൽ മലായിക, അവന്റെ അടുത്തേക്ക് എന്താ, കുറെ മലക്കുകൾ ഒന്നിച്ചിട്ട് വരും. കുറെ മലക്കുകളുണ്ടാവും, 1 2 3 ഒന്നല്ല, കുറെ മലക്കുകളുണ്ടാവും. എന്നിട്ട് അവന്റെ ചുറ്റുമായി നിന്നുകൊണ്ട് അവന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവന്റെ മരണത്തിന്റെ യഥാർത്ഥ സമയം ഏത് മൈക്രോ സെക്കൻഡിലാണോ അവന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പുറത്തേക്ക് പോകേണ്ടത്, ആ സമയത്ത് മലക്കുൽ മൗത്ത് കടന്നു വരും. അപ്പൊ മലക്കുൽ മൗത്ത് എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മളൊക്കെ പണ്ട് മുതലേ പഠിച്ചു വെച്ചൊരു പേരാണ് അസ്റായീൽ എന്നുള്ള പേര്. അസ്റായീൽ എന്നുള്ള പേര് സഹീഹായ ഹദീസുകളിലൊന്നും വന്നിട്ടില്ല. കുറെ ഇസ്രായേലിയാത്തുകളിലും ദഈഫായ ഹദീസുകളിലൊക്കെ ആ പേര് വന്നിട്ടുണ്ട്. എന്നാൽ സഹീഹായ നിലക്ക് വന്ന ഹദീസുകളിലൊക്കെ മലക്കുൽ മൗത്ത് എന്നാണ്, മരണത്തിന്റെ മലക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മലക്കുൽ മൗത്ത് വരും. മലക്കുൽ മൗത്ത് വന്ന് ഈ മരിക്കാൻ കിടക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി മുഅ്മിനാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖമൊക്കെ നല്ല പ്രകാശിക്കുന്ന, കണ്ടാൽ ആർക്കും സന്തോഷമുണ്ടാകുന്ന രൂപത്തിലായിരിക്കും വരാനാണ്. ഈ വരുന്ന മലക്കുകൾ മൊത്തം അങ്ങനെ ഉണ്ടാവുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ 2 കൈകളും നീട്ടും.
രണ്ട് കൈകളും നീട്ടിക്കൊണ്ട് ഈ മനുഷ്യനോടായിക്കൊണ്ട് പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്. ശാന്തി അടഞ്ഞ ആത്മാവേ, നീ നിന്റെ റബ്ബിന്റെ തൃപ്തിയിലേക്കായി കൊണ്ട് നീ മടങ്ങുക, നീ നിന്റെ റബ്ബിലേക്കായി കൊണ്ട് മടങ്ങുക എന്ന് പറയുന്നതാണ്. ഈ സമയത്ത് എപ്രകാരമാണോ വെള്ളത്തിന്റെ പാത്രത്തിൽ നിന്നും വെള്ളം ചൊരിയുന്ന സമയത്ത് വെള്ളം താഴേക്ക് ഉറ്റി 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 വരാറുള്ളത്, അതുപോലെ അവന്റെ ശരീരത്തിൽ നിന്നും അവന്റെ ആത്മാവ് പുറത്തേക്ക് വരും. അവന്റെ ആത്മാവ് പുറത്തു വരും. ആ ആത്മാവിനെ മലക്കുൽ മൗത്ത് ഇരു കൈകളും നീട്ടിക്കൊണ്ട് സ്വീകരിക്കും. അങ്ങനെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും മലക്കുൽ മൗത്ത് തന്റെ കൈകളിൽ ആ ആത്മാവിനെ വെക്കൂല. അതിനു മുമ്പ് ആ ആത്മാവിനെ മറ്റു മലക്കുകൾ, നേരത്തെ വന്നു നിൽക്കുന്ന മലക്കുകൾ സ്വർഗത്തിൽ നിന്നുമുള്ള കഫൻ പുടവയും സ്വർഗത്തിൽ നിന്നുമുള്ള സുഗന്ധവും കേട്ട് വന്നിട്ടാണ്. ആ സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള കഫൻ പുടവയിലേക്ക് ഈ മനുഷ്യന്റെ ആത്മാവിനെ മാറ്റും. എന്നിട്ട് സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള സുഗന്ധം ആ മനുഷ്യന്റെ, അതല്ലെങ്കിൽ ആ മനുഷ്യന്റെ ആത്മാവിന്റെ മേൽ ലേപനം ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞ് അവർ ഈ മനുഷ്യന്റെ ആത്മാവിനെയും കൊണ്ട് ഒന്നാനാകാശത്തേക്ക് പോകും. ഒന്നാനാകാശത്തേക്ക് പോകുമ്പോൾ ആ ഒന്നാനാകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള അള്ളാഹുവിന്റെ മലക്കുകൾ ഈ കൊണ്ടുപോകുന്ന മലക്കുകളോടായിക്കൊണ്ട് ചോദിക്കും, മാ ഹാദിഹിൽ അർറൂഹു തയ്യിബ, ഈ ഒരു പരിമളം വീശുന്ന നല്ല ഈ ആത്മാവ് ആരുടേതാണെന്ന് ചോദിക്കും. അപ്പോ ഈ മലക്കുകൾ ഈ മനുഷ്യന് ഭൂമിയിൽ ഉണ്ടായിരുന്ന അയാൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഒരു പേരുണ്ട്. നമുക്കൊക്കെ കുറെ പേരുണ്ടാവും. വാപ്പ വിളിക്കണ പേരുണ്ടാവും, ഉമ്മ വിളിക്കണ പേരുണ്ടാവും, ഭാര്യ വിളിക്കണ പേരുണ്ടാവും, ഭർത്താവ് വിളിക്കണ പേരുണ്ടാവും, അതുപോലെ തന്നെ കൂട്ടുകാർ വിളിക്കുന്ന പേരുകൾ ഉണ്ടാവും, നാട്ടിൽ അറിയപ്പെട്ട ഒരു പേരുണ്ടാവും. ആ പേരുകളുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരുണ്ടാവും. ആ പേര് വിളിച്ചുകൊണ്ട്, അഥവാ അത് നമുക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരമാണ്. ആ പേര് വിളിച്ചുകൊണ്ട് ആ മലക്കുകൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ്. അങ്ങനെ ഒന്നാമത്തെ ആകാശത്തിലെത്തും. ഒന്നാമത്തെ ആകാശത്തിന്റെ വാതിൽ അടഞ്ഞെടുക്കണം. ആകാശത്തിന്റെ വാതിലുകൾ മലക്കെ തുറക്കപ്പെടുന്ന മാസം ഏതാണെന്ന് വെച്ചാൽ റമദാനാണ്. അല്ലാത്ത കാലഘട്ടങ്ങളിലൊക്കെ അത് അടഞ്ഞെടുക്കുക ചെയ്യാം. ആവശ്യമുണ്ടാകുമ്പോൾ മാത്രമേ തുറക്കുള്ളൂ. അതിൽ ഒന്നാമത്തെ ആകാശത്തിന്റെ വാതിലിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോ അവിടെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുമ്പോ അവിടുത്തെ മലക്കുകൾ ചോദിക്കും, ആരാണ്, എന്താണ്? അവർ ഇത് ഇന്നാലിന്റെ മനുഷ്യന്റെ ആത്മാവിനേറ്റി വരികയാണ് എന്ന് പറയുമ്പോ വാൻക്ക് വേണ്ടി തുറക്കണം എന്നുള്ള ആദ്യം എന്താക്കിയിട്ടുണ്ട്, ഓർഡർ കൊടുത്തതുകൊണ്ട് അത് തുറന്നു കൊടുക്കും. അങ്ങനെ ഒന്നാനാകാശത്തിന് രണ്ടാനാകാശത്തേക്ക് യാത്ര തുടങ്ങും. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള മലക്കുകളും ഇവനെ കുറിച്ച് ചോദിച്ചു കൊണ്ടിരിക്കും, മറുപടി പറഞ്ഞ് ഇവരെങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു പ്രക്രിയ 7-ാം ആകാശത്തിന്റെ മുകളിൽ വരെ എത്തും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി പറയാം. അങ്ങനെ 7-ാം ആകാശത്തിന്റെ മുകളിൽ എത്തുന്ന സമയത്ത് വിളിച്ചു പറയുന്ന ഇയാള് വിളിച്ചു പറയുന്നത്, എന്റെ അടിമ എന്നെ സത്യപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഉക്തുബു കിതാബ അബ്ദി ഫിൽ ഇല്ലിയീൻ, ഉക്തുബു കിതാബ അബ്ദി ഫിൽ ഇല്ലിയീൻ, എന്റെ അടിമയുടെ പേരിനെ നിങ്ങൾ ഇല്ലിയീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുവീൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം, കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത് സ്വർഗാവകാശികളുടെ പേരുകൾ രേഖപ്പെടുത്തി വെക്കുന്ന രജിസ്റ്ററാണ് ഇല്ലിയീൻ എന്നുള്ളത്. അത് 7 ആകാശത്തിന്റെ മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോടായിക്കൊണ്ട് പറയും, അവന്റെ ആത്മാവിനെ നിങ്ങൾ എന്താക്കുക, വിട്ടേക്കുക എന്നാണ്. ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞേക്കുക. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. നമ്മൾ അവിടെ നിന്നാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്, അങ്ങോട്ട് തന്നെയാണ് നമുക്ക് അവനെ മടക്കാനുള്ളത്, അവിടുന്ന് തന്നെയാണ് അവനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുക, പുറത്ത് കൊണ്ടുവരികയും ചെയ്യുക എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ ഉടനെ ഓതി കേൾപ്പിക്കുകയാണ്. ഇത് ഖബർക്ക് മണ്ണിടുമ്പോൾ ഓതാനുള്ളതല്ല. ചില ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഖബറിലേക്ക് 3 പിടി മണ്ണിടുക എന്നുള്ളത് റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്. ആ സമയത്ത് പ്രത്യേകമായി കൊണ്ടൊരു ദിക്റോ പ്രത്യേകമായി കൊണ്ടൊരു ആയത്തോതലൊന്നും അവിടെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല.
ചില ആൾക്കാർ ഒന്നാമത്തെ പിടിയിടുമ്പോ എന്താക്കും, മിൻഹാ ഖലഖനാകും എന്ന് പറയും. രണ്ടാമത്തെ പിടിയിടുമ്പോ എന്ന് പറയും വഫീഹാ നുഈദുകും. പിന്നെ മൂന്നാമത്തെ പിടിയിടുമ്പോ പറയുന്നത് വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്ന് പറയും. അങ്ങനെ സംഭവമില്ല. മൂന്ന് പിടി മണ്ണിടലുണ്ടോ? അതുണ്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ഈ മനുഷ്യന്റെ ആത്മാവിനെ തിരിച്ചു പറഞ്ഞേക്കും. അങ്ങനെ ആ ആത്മാവ് തിരിച്ചു വരും, ഭൂമിയിലേക്ക് തിരിച്ചു വരും. ആ ആത്മാവാണ് വിളിച്ചു പറയുന്നത് ഖദ്ദിമൂനി ഖദ്ദിമൂനി. കാരണം അദ്ദേഹത്തിന് സ്വർഗത്തിൽ കിട്ടാനുള്ള, അല്ലെങ്കിൽ ഖബറിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സന്തോഷങ്ങൾ അദ്ദേഹത്തിന് എന്താ കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട്. ഖദ്ദിമൂനി ഖദ്ദിമൂനി, നിങ്ങൾ എന്താ പറയുക, വെച്ചിക്കല്ല് ഇവൻ കണ്ടോയി ഇങ്ങനെ വിളിച്ചറിയുന്നത്. മനുഷ്യനും ജിന്നോളല്ലാത്ത എല്ലാ ജീവജാലങ്ങളും ഈ വിളിച്ചു പറയുന്നത് കേൾക്കുന്നൊക്കെയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മയ്യത്ത് വെറുതെ വെച്ച് നീട്ടി എന്താക്കുക, തങ്കേരിച്ച് വെക്കാന്നുള്ള ഏർപ്പാട് അത് സുന്നത്തിനെതിരാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ലോഹർക്ക് മരിച്ചു, അസറാമ്പത്തിന് എല്ലാ പരിപാടിയും കഴിഞ്ഞ് അസർസ്കാരത്തിന്റെ കൂടെ മയ്യത്ത് മറയാൻ പറ്റുന്നത് ഏറ്റവും ഹൈർ. നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ നിസ്കാരത്തിന്റെ നേരത്തെ അല്ലാത്ത നേരത്തെ മയ്യത്ത് നിസ്കാരമുള്ളത്. ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോന്ന് അറിയില്ല. ബാക്കി എവിടെ ചെന്ന് കഴിഞ്ഞാലും ആ ഫർദ് നിസ്കാരത്തിന്റെ അവിടെ ചേർന്നിട്ടാണ് എന്തുണ്ടാകുക, എപ്പോഴും മയ്യത്ത് നിസ്കാരം ഉണ്ടാകുക. നമ്മള് ഒരു നിസ്കാരത്തിന്റെ നേരത്തെ അല്ലാത്ത നിസ്കാരത്തെ എന്താക്കും, കൊണ്ടേ വെക്കും. മറ്റത് അസർക്ക് മയ്യത്തെടുക്കും, മയ്യത്ത് നിസ്കാരം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അസർസ്കാരം കഴിഞ്ഞാൽ ഉടനെ എന്താണ്, അസർ നിസ്കാരത്തിന്റെ കഴിഞ്ഞ ഉടനെ ആ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആൾക്കാരുണ്ടാവും. പിന്നെ മയ്യത്ത് നിസ്കരിക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ട് ഓലും ഉണ്ടാവും, കൂടിയിട്ട് എന്താക്കും, മയ്യത്ത് നിസ്കരിച്ചിട്ട് മയ്യത്ത് മറിയും. ലോഹർ നിസ്കാരത്തിന് എന്ന് പറഞ്ഞപ്പോ ലോഹർ നിസ്കാരത്തിന് എന്താക്കും, കൊച്ചേറ്റ് വരും. ഇത് എന്താണ് പറയാ, നമ്മളൊക്കെ നാട്ടിൽ പലപ്പോഴും 9 മണിക്ക് എന്നാണ്, എന്നിട്ട് 8 മണിക്ക് തന്നെ മയ്യത്ത് പള്ളിയിൽ കൊടുന്ന് വെച്ചിട്ട് അവസാനം 1 മണിക്കൂർ അവിടെ നിന്ന് ദിക്റലും ദ്വാരക്കലും പ്രാർത്ഥിക്കലും അങ്ങനത്തെ ഒരു ഏർപ്പാടിന്റെ ഇസ്ലാമിലില്ല. 9 മണിക്ക് മയ്യത്ത് എടുക്കുന്നു പറഞ്ഞ മയ്യത്ത് നിസ്കാരം നടക്കുന്നു പറഞ്ഞെങ്കിൽ 8:30 തന്നെ പള്ളിക്കൽ മയ്യത്ത് കൊടുന്ന് വെച്ചെന്ന് വിചാരിക്കുക. എന്തായിക്കോട്ടെ, 8:30 നിസ്കാരം തുടങ്ങിക്കോട്ടെ, അവസാനത്തെ നിസ്കാരം 9 മണിക്കാക്കിയാൽ മതി. ഈ മനുഷ്യനെ പിരാകുന്ന കുറെ മനുഷ്യന്മാരുണ്ടാവും ഇവിടെ നിന്ന് കണ്ട്. ഇതൊന്ന് തീരുമാനമായിട്ട് പോകുന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അത് ചുരുക്കി പറഞ്ഞാൽ മയ്യത്ത് മറവാടുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ റൂഹ് തിരിച്ചു വരും. മറവാടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് ആ ശരീരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റൂഹിന് പ്രവേശിക്കുവാനുള്ള അവസ്ഥ നൽകും. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അവ ശരീരം ഇല്ലെങ്കിലോ ശരീരമൊക്കെ കത്തിപ്പോയതാണെങ്കിലോ എന്നൊക്കെയുള്ള ചർച്ച ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ദുനിയാവിലെ അവസ്ഥയല്ല ബർസഖിലുള്ളത്, ബർസഖിലെ അവസ്ഥയല്ല ആഖിറത്തിലുള്ളത്. ദുനിയാവിൽ നമ്മളാരെങ്കിലും നമ്മളെ റൂഹിനെ കണ്ടിട്ടുണ്ടോ? നമ്മളെ റൂഹിനെ കണ്ടിട്ടുണ്ട് നമ്മളാരെങ്കിലും? ഇല്ലല്ലോ. ഇവിടെ ശരീരമാണ്, ഇവിടെ ശരീരത്തിനാണ് അല്ലാഹു പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. റൂഹ് ശരീരത്തിന്റെ തബഅാണ്. ശരീരത്തിന്റെ തബഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് എന്തെല്ലാം അനുഭവിക്കേണ്ടി വരുന്നുവോ അതൊക്കെ റൂഹും അനുഭവിക്കുന്നുണ്ട്. ശരീരത്തിലൂടെയാണ് ഉണ്ടാക്കുന്നത് റൂഹ് അത് അനുഭവിക്കുന്നത്. ശരീരത്തിലൂടെയാണ് ആ റൂഹ് അത് അനുഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും വേദന അനുഭവിക്കേണ്ടി വരും, നമ്മുടെ റൂഹിന് എന്താവും, വേദന അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ശരീരത്തിന് സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ റൂഹിന് എന്തുണ്ടാവും, സന്തോഷം ഉണ്ടാവും. നമ്മുടെ ശരീരത്തിന് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ റൂഹിന് എന്തുണ്ടാകുന്നുണ്ട്, ദുഃഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അടിസ്ഥാനപരമായി കൊണ്ട് അത് സംഭവിക്കുന്നത് ശരീരത്തിലാണെങ്കിലും അതിന്റെ എഫക്റ്റ് ആർക്കുണ്ടാവും, റൂഹിനുണ്ടാവും. എന്നാൽ ബർസഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത് റൂഹിന്റെ തബഅായിക്കൊണ്ടാണ് ശരീരത്തിന് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. എല്ലാം റൂഹിനാണ് നേരിട്ട് കിട്ടുക. ആ റൂഹിന് എന്തെല്ലാം അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ അതൊക്കെ എന്താക്കണം, ശരീരത്തിന് ആ അവസ്ഥകൾ ആ ശരീരം അനുഭവിക്കേണ്ടി വരും. അത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നം എന്ന് പറയുന്ന സംവിധാനത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വപ്നം 3 തരത്തിലുള്ള സ്വപ്നമുണ്ട്. ഒന്ന് ദിവാസ്വപ്നങ്ങള്, നടക്കാതെ നമ്മളിങ്ങനെ വലതിങ്ങനെ ആലോചിച്ചു, അതിന് ദിവാസ്വപ്നം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒന്ന് മാത്രം നമ്മളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ എന്താവും, ആ ആലോചിച്ച കാര്യങ്ങളൊക്കെ സ്വപ്നത്തിൽ കാണും. അതെന്താന്ന് വെച്ചാൽ നമ്മളെ മനസ്സുണ്ടാക്കേണ്ടതാണ്.
അങ്ങനെ ഒരു ചിത്രം നമുക്കിങ്ങനെ കാണിച്ചു തരാം. മൂന്നാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂഹുകൾക്കുണ്ടാകുന്ന നേരിട്ടുണ്ടാകുന്ന അനുഭവങ്ങൾ, അതും ശരീരത്തിന് സ്വപ്നം പോലെയാണ് തോന്നുന്നത്. ആ റൂഹുകൾക്ക് നേരിട്ടുണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശരീരം അതുപോലെ ഉണ്ടാവും, അതിന് പ്രതികരിക്കും. ഇപ്പോ നമ്മള് ചിലപ്പോ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഈ പേടിയുള്ള സ്വപ്നക്കണ്ട് കണ്ട് നെട്ടിടർന്നു കഴിഞ്ഞാൽ AC റൂമിലാണെങ്കിൽ ചിലപ്പോൾ ശരീരമൊക്കെ ആകെ എന്താ ഉണ്ടാവും, വേർക്കുന്നുണ്ടാവും, പ്രയാസപ്പെടുന്നുണ്ടാവും, ശ്വാസം കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ടാവും, തൊണ്ട വരണ്ടിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ട സ്വപ്നത്തിൽ അതിന് തൊണ്ട വരളാനും ശരീരത്തിൽ വിയർപ്പ് പൊടിയാനും അതുപോലെ തന്നെ ഭയപ്പെടാനൊക്കെ പറ്റുന്ന രൂപത്തിലുള്ള എന്തോട് കണ്ടത്. അപ്പോ ഈ കാണുന്ന സമയത്ത് നമ്മുടെ ശരീരം എവിടെ നിൽക്കുന്നു എന്നതൊന്നായിട്ടില്ല. നല്ല തണുപ്പുള്ള AC റൂമിലാണ് കിടക്കേണ്ടത്, ശരീരം കിടക്കേണ്ടത് എന്നത് പോലും ആ ശരീരത്തിന് സ്വാധീനം ഉണ്ടായിട്ടില്ല. ആ സ്വാധീനം ഉണ്ടായത് ഏതിന്റെയാണ്? ഈ സ്വപ്നത്തെയാണ് സ്വാധീനിച്ചത് എന്നതുപോലെ അതിനേക്കാളൊക്കെ വലിയ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ നടക്കുന്ന കാര്യങ്ങൾ വെറും സമഈയാത്തല്ല, അതിനെ അഖ്ല് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടി അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. ദുനിയാവിൽ സംവിധാനിച്ചു തന്നുകൊണ്ട് അത് വിശ്വസിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മളും അശ്വരികളും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ രൂപത്തിലാണ്. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞ എന്താന്ന് വെച്ചാല് ഖബറിൽ വെറും സ്വപ്നമാണ്, അതുകൊണ്ട് ശിക്ഷാന്നോ രക്ഷാന്നൊന്നും പറയാൻ പറ്റില്ല. അത് വെറും സ്വപ്നമല്ല. സ്വപ്നത്തെ സംവിധാനിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഖബറിലെ അവസ്ഥയുടെ ഒരു ചെറിയ ഭാഗം ഉണ്ടാക്കാനാണ്, ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഒരിക്കലും ഖബറിലേതെന്നല്ല, സ്വപ്നമല്ല. അത് അവന്റെ ആ ആത്മാവ് അത് നേരിട്ട് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇനി അവന്റെ ശരീരം ഉണ്ടായാലും ഇല്ലെങ്കിലും ആ ശരീരമുള്ളതിന് തുല്യം തന്നെയാണ് അവൻ അനുഭവിക്കുന്നത് എന്നാണ്. അവിടെയാണ് വിഷയം. അതുകൊണ്ട് ഇനി കത്തിച്ചു കളഞ്ഞാലും വേണ്ടില്ല, ഗ്യാസ് ചാമ്പറിൽ ഇട്ടാലും വേണ്ടില്ല, അല്ല ഇനി മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ കൊടുത്താലും വേണ്ടില്ല, വായുവിൽ അത് പൊട്ടിത്തെറിച്ച് ചിതറി ഇല്ലാതെയാലും വേണ്ടില്ല, മൃഗങ്ങൾ ഭക്ഷിച്ചാലും വേണ്ടില്ല, ആത്മാവ് എന്ന് പറഞ്ഞ സാധനത്തിന് എന്ത് സംഭവിക്കണില്ല? ഒന്നും സംഭവിക്കണില്ല. റൂഹ് എന്നുള്ളത് മിൻ അംരി റബ്ബി, ഐ മിൻ അംരി റബ്ബി എന്ന് പറഞ്ഞതിന് പണ്ഡിതന്മാര് പറഞ്ഞു മിൻ മഅ്മൂരി റബ്ബി എന്നാണ്. മഫ്ഊൽ വസ്ലാണ്. എന്നാൽ അല്ലാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സൃഷ്ടിയാണ് റൂഹ്. ആ റൂഹിന് സംഭവിക്കുന്നില്ല, റൂഹിന് യാതൊരു രൂപത്തിലുമുള്ള മാറ്റം സംഭവിക്കുന്നില്ല. മരണമെന്ന് പറയുന്ന സൃഷ്ടി നമ്മളിൽ സംഭവിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിൽ നിന്നും എന്ത് സംഭവിക്കുന്നു? റൂഹ് വേറിട്ട് പോകുന്നു മാത്രം. ശരീരം ഒരു പക്ഷേ ഇല്ലാതെയായി പോയേക്കാം, പക്ഷേ റൂഹ് എന്ന് പറയുന്നത് അത് ഇലാ യൗമിൽ ഖിയാമ, അതിനൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ റൂഹിന് കാര്യങ്ങൾ നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. അവിടെയാണ് ഈ മലക്കുകൾ വരുന്നതിന് മുമ്പായി കൊണ്ട് ശരീരത്തിലേക്ക് വീണ്ടും റൂഹിനെ പ്രവേശിപ്പിക്കുന്നു പറഞ്ഞത്. റൂഹിനെ പ്രവേശിപ്പിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത്? കരിഞ്ഞു പോയ ശരീരമുള്ളതും പൊടിഞ്ഞു പോയ വെണ്ണീറായതും അതുപോലെ തന്നെ കിട്ടാതെ പോയതൊക്കെ ഉള്ളത്. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവമില്ല. അത് നമ്മുടെ ഈ ലോകത്താണ് ഈ സംഭവം ഉള്ളത്. ബർസഖിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിനെ അള്ളാഹ് എന്താക്കുന്നുണ്ട്? വീണ്ടും പഴയ പോലെ ആക്കുന്നുണ്ട്. ഖിയാമത്ത് പറഞ്ഞല്ലോ, മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് മൃഗങ്ങൾ ഒരു മനുഷ്യനെ കടിച്ചു കീറി ഓരോ മൃഗത്തിന്റെ വയറിന്റെ ഉള്ളിലാണ് ഓരോ ഭാഗം എന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. 10 മൃഗങ്ങൾ കൂടിയിട്ടാണ് ഒരു ശരീരം മുഴുവൻ കടിച്ച് മുഴുവനാക്കി തിന്നു പോയത് എന്നുണ്ടെങ്കിൽ ആ 10 മൃഗത്തിന്റെ വയറ്റുന്നാണ് ഈ ശരീരം രണ്ടാമത് തിരിച്ചു വരാനാണ്. അത് എന്താ കാരണം? അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, ഒരു പ്രശ്നമില്ല. അവിടെയാണ് അറബി എന്താക്കിയത്? മരുഭൂമി കൂടെ അങ്ങനെ നടന്നു പോയിക്കാണ്ട് അവിടുന്ന് കിട്ടിയ ഒരു എല്ലും കഷ്ടങ്ങനെ കൈക്കട്ടാണ് അങ്ങനെ പൊടിച്ചിട്ട് ചോദിച്ചത്, ഫഹിയ റമീം, ഇത് പൊടിയായി കഴിഞ്ഞ് ഇതെങ്ങനെ ഉണ്ടാകുക എന്നാണ്. അപ്പോഴാ പറഞ്ഞു കുൽ യുഹ്യിയല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഷൈഇൻ ഖദീർ. നബി അങ്ങ് പറയുക, ആരാണോ ഇതിനെ ആദ്യമായി കൊണ്ടുണ്ടാക്കിയത് അവൻ തന്നെ ഉണ്ടാക്കും. അന്ന് പൊടിയില്ലാത്തടത്താണ് ഉണ്ടാക്കിയത്. പിന്നെ പൊടിയിൽ ഉണ്ടാക്കാൻ എന്താ പണി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ ഇങ്ങനെ
മലക്കൾ വന്ന് ആ സമയം അവന്റെ ശരീരത്തിലേക്ക് റൂഹ് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ മലക്കൾ വരും. പറയാണ് അത് എന്താണ്, ഈ മലക്കുകൾ ഇവനെ ഇരുത്തും, ഖബറിൽ ഇരുത്തും. ഫയുജ്ലിസാനിഹി എന്നാണ് ഹദീസിലുള്ളത്. അവനെ പിടിച്ചിരുത്തും. അങ്ങനെ അവനോട് ചോദിക്കും, മൻ റബ്ബുക? അപ്പൊ മറുപടി റബ്ബി അല്ലാഹ്. വിശ്വാസിയാണെങ്കിൽ മറുപടി റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ്. അടുത്ത ചോദ്യം, കൈഫ അറഫ്ത, നീ എങ്ങനെ അത് മനസ്സിലാക്കിയത്? ആ വിശ്വാസിയാണെങ്കിലുള്ള മറുപടി ഖറഅതു കിതാബല്ലാഹി വദറൈതു, അല്ലാഹുവിന്റെ കിതാബ് ഓതി പഠിച്ചിട്ടാണ് എന്റെ റബ്ബ് അല്ലാഹുവാണ് ഞാൻ മനസ്സിലാക്കിയത്. അടുത്ത ചോദ്യം, വമാ ദീനുക, എന്താ എന്റെ മതം, ഏതാ ദീൻ എന്നാണ്. അവിടെയാണ് ദീനിയൽ ഇസ്ലാം, എന്റെ മതം അത് ഇസ്ലാമാണെന്ന് പറയും. എങ്ങനെ മനസ്സിലാക്കി? ഖറഅതു കിതാബല്ലാഹി വദറൈതു. ഇതൊന്നും കാണാതെ പഠിച്ചേക്കാണ്ട് പോയി പറയാൻ പറ്റുന്ന ഉത്തരങ്ങളല്ല. ഇത് അവന്റെ ജീവിതത്തിന്റെ റിപ്പോർട്ട് എടുക്കുകയാണ്. 50 കൊല്ലത്തെ റിപ്പോർട്ട്, 60 കൊല്ലത്തെ റിപ്പോർട്ട്, 40 കൊല്ലത്തെ റിപ്പോർട്ട്, 30 കൊല്ലത്തെ റിപ്പോർട്ട്, ഇതൊക്കെ എടുക്കുകയാണ്. ആ റിപ്പോർട്ട് അവതരണമാണ്. അപ്പൊ അടുത്ത ചോദ്യം, വമാ ഇൽമുക, എന്തെന്റെക്കുള്ള വിവരം? അപ്പൊ പറയണ എന്റെ ഇന്ന ഡിഗ്രി ഉണ്ട്, ഇന്ന ഡിഗ്രി ഉണ്ട്, ഇന്ന ഡിഗ്രി ഉണ്ട്, ഇന്നടുത്ത് ജോലി ചെയ്ത്, ഇതല്ല. വമാ ഇൽമുക, അവിടെ പറയണ്ട് ഖറഅതു കിതാബല്ലാഹി വ ആമൻതു ബിഹി വസദ്ദഖ്തു. അല്ലാഹുവിന്റെ കിതാബ് ഞാൻ ഓതിയിട്ടുണ്ട്, അല്ല വായിച്ചിട്ടുണ്ടെന്നാണ്. ഖറഅതു തലൗതു എന്നല്ല, ഖറഅതു കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ഞാൻ വായിച്ചിട്ടുണ്ട്. വ ആമൻതു ബിഹി, ആ കിതാബിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. വസദ്ദഖ്തു, അതിനെ ഞാൻ സത്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. ഈ ഉത്തരം നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പൊ തീരുമാനിച്ചാൽ പറ്റും. ഇന്ന് മരിച്ചാൽ ഈ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ എനിക്കും പറ്റുമെന്നുള്ള ഇന്നിപ്പോ പഠിച്ച് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. നമ്മൾ ജീവിച്ച ഈ ആയുഷ്കാലത്തിന്റെ ഇടയ്ക്ക് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരാവർത്തിയെങ്കിലും വിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം ചെയ്ത് നോക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് അറിയുന്ന ഭാഷ. ഖറഅതു എന്ന് പറഞ്ഞ ഒരു വസ്തു വായിച്ചു എന്ന് വേണേ എന്താണ്, വായിക്കേണ്ട വേണം. എന്നിട്ടെന്താണ്, ആമൻതു ബിഹി, ഞാനതിൽ വിശ്വസിച്ചു എന്ന് വേണമെങ്കിൽ എന്താ പറഞ്ഞത് മനസ്സിലാണ്ട് അപ്പോഴേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. സദ്ദഖ്തു, ഞാനത് സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അതിലെന്താ ഉള്ളതെന്ന് അറിയണ്ടേ? ഇപ്പൊ ഞാൻ ഇന്നൊക്കെ ആർക്കും തിരിയാത്ത ഒരു ഭാഷയിലുള്ള ഒരു ഉത്തരപേപ്പറിൽ എന്തൊക്കെ എഴുതിക്കാണ്ട് എല്ലാവർക്കും എല്ലാ രീതിയിലും ഒപ്പിട്ട കണ്ടെങ്കിൽ തരണം എന്ന് ഞങ്ങൾ എത്ര ആൾ ഒപ്പിട്ടരും? ഒരാൾ ഒപ്പിട്ടരില്ല. നിങ്ങൾ പറയുന്നത് ഇതെന്ത് എഴുതിക്കുണ്ടെന്ന് ആദ്യം എന്താക്കി പറഞ്ഞേരി. അപ്പൊ ഞങ്ങൾ അടിയിൽ എന്തായിക്കോളാം, ഒപ്പിച്ചോളാം. ഒപ്പൊക്കെ സദ്ദഖ്തു, ഈ മേൽ പറഞ്ഞതൊക്കെ ഞാൻ എന്താക്കിയിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഖുർആനിലാകെ 114 സൂറത്ത്. 114 സൂറത്ത്. 2 പേജ് വെച്ചേക്കാണ്ട് അർത്ഥം വായിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ ഖുർആനിലെ 2 പേജ് വെച്ചേക്കാണ്ട് അർത്ഥം വായിച്ചു നോക്കണം. ഓരോ നിസ്കാരത്തിന്റെ മുമ്പിലും ശേഷമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു ജുസുയിൽ 20 പേജാണ്. ഒരു ജുസിൽ സാധാരണ രൂപത്തിലുള്ള നമ്മളെ മലിക് ഫഹദ് മുജമ്മ മലിക് ഫഹദ് പ്രിന്റ് ചെയ്തിട്ടുള്ള ഖുർആനിൽ 20 പേജാണ്. 2 പേജ് സുബഹിന്റെ മുമ്പ് വായിച്ച, 2 പേജ് ശേഷം വായിക്കുക, 4 ആയി. അങ്ങനെ 5 വക്തക്ക് 4 5 20, ഒരു ജുസായി. 30 ദിവസം കൊണ്ട് ഖുർആന്റെ അർത്ഥം ഒരാൾ പഠിക്കണമെന്ന് വായിച്ചു നോക്കണമെന്ന് വിചാരിച്ചെന്താവും, സിമ്പിളായിട്ട് കഴിയും, ഒരു പ്രശ്നമില്ല. ഒരു ദിവസം ഏറി വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടി മാറ്റിയേക്കേണ്ട 1 മണിക്കൂർ നേരം കാരണം എല്ലാ 5 10 5 നിസ്കാരത്തിന്റെ മുമ്പിലും ബാക്കിലേക്ക് കണ്ട് അതിനു വേണ്ടി നമ്മൾ മാറ്റിയേക്കേണ്ടത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഖുർആൻ പരിഭാഷ ഒപ്പം കൊണ്ടുനടക്കേണ്ട ആവശ്യം കൂടില്ല. ഒക്കെ ഖുർആന്റെ പരിഭാഷ ഒക്കെ നമ്മളെ മൊബൈൽ ഫോണിലുണ്ട്. സൗകര്യമില്ലാത്ത പ്രശ്നമില്ല, ഒഴിവുണ്ടാക്കാത്ത പ്രശ്നമില്ല, ഒഴിവില്ലാത്ത പ്രശ്നമില്ല. നമ്മള് ഒരു ദിവസം വാട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ എക്സിലും ഇൻസ്റ്റയിലൊക്കെ ചെലവാക്കുന്ന സമയത്തിൽ നിന്ന് ഒരു 25% സമയം മാത്രം ഇതിനെടുത്താൽ മതി. ഈ അർത്ഥം വായിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ട് 30 ദിവസം വേണ്ടി വരില്ല,
അതിനേക്കാളും കൂടുതൽ വേഗത്തിൽ ഇത് വായിച്ചു തീർക്കാൻ കഴിയും. നിങ്ങളെ ബാറ്ററി എത്ര ശതമാനം ഓരോന്നിനും വേണ്ടി ഉപയോഗിച്ചെന്നുള്ളത് നോക്കിയാൽ മതി. സെറ്റിംഗ്സ് പോയി കണ്ട് അപ്പൊ കാണാം എത്ര മണിക്കൂർ വാട്സപ്പിന് വേണ്ടി ഉപയോഗിച്ചു, എത്ര മണിക്കൂർ യൂട്യൂബിന് വേണ്ടി ഉപയോഗിച്ചു, എത്ര മണിക്കൂർ അതിൽ എത്ര മണിക്കൂർ ആ ഖുർആനിന്റെ ആപ്പിന് വേണ്ടി ഉപയോഗിച്ചു നോക്കിയാൽ അവിടെ ഓടി ഉണ്ടാവില്ല. അത് ഇവിടെ എന്താക്കിയാൽ മതി, ഒന്നുകൂടി നന്നാക്കി എടുത്താൽ മതി. അവിടെയാണ് ഈ ഉത്തരം പറയാൻ കഴിയുള്ളൂ. നാലാമത്തെ ചോദ്യം ഒരു ചിത്രം കാണിച്ചെന്നിട്ട് ചോദിക്കുന്നതാണ്. അവിടെയാണ് അത് മുഹമ്മദ് നബിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. മുഹമ്മദ് നബിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. എങ്ങനെ തിരിച്ചറിയാം മുഹമ്മദ് നബി? നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. എന്നാൽ നബിയെ കണ്ടയാളുകൾ നബിയുടെ ശരീരത്തിലെ താടിരോമങ്ങൾ വരെ എത്ര രോമം നരച്ചതുണ്ടായിരുന്നു എന്നത് കൃത്യമായി രേഖപ്പെടുത്തിച്ചിട്ടുണ്ട്. നബിയുടെ മുഖത്തിന്റെ വൃത്താകൃതിയും അതുപോലെ തന്നെ നിറവും നബിയുടെ രോമത്തിന്റെ അവസ്ഥയും അതുപോലെ നബിയുടെ ഉയരവും നബിയുടെ എന്താ പറയാ ഒരു ചുമല് മുതൽ മറ്റു ചുമല് വരെയുള്ള അവസ്ഥയും നബിയുടെ ചെസ്റ്റിന്റെ അവസ്ഥയും കാലിന്റെ അവസ്ഥയും ഒക്കെ എന്താക്കിയിട്ടുണ്ട്, രേഖപ്പെടുത്തിച്ചിട്ടുണ്ട്. ആ രംഗത്ത് വലിയ സേവനം ചെയ്തയാളാണ് മഹാനായ ഇമാം തുർമുദി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ഷമാഇലുൻ നബി എന്ന് പറഞ്ഞ കിതാബ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തപ്പെട്ട കിതാബാണ്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബിദായയിൽ ഒരു ഭാഗം മൊത്തം നബിയുടെ ഷമാഇൽ പറയാൻ വേണ്ടിയാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമാം തബരിയെ പോലെയുള്ള ആളുകൾ നബിയുടെ ഷമായിലുകൾ ധാരാളം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളൂ. നബിന്റെ എല്ലാ രൂപവും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിലയ്ക്ക് തന്നെ കണ്ടാൽ തിരിച്ചറിയുമാറ രൂപത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നബിനാണെന്ന് പറഞ്ഞിട്ട് ആ നബിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അപ്പോ ആ നബിയെ കാണിച്ചു കൊടുത്തിട്ട് അപ്പൊ ഇത് നബിയാണെന്ന് പറയും. അപ്പോഴാണ് ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും എന്റെ അടിമ പറഞ്ഞെന്തായിട്ടുണ്ടൊക്കെ സത്യം. അതുകൊണ്ട് അഫ്രിശൂ ലഹു മിനൽ ജന്ന ഫഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, അവന് വേണ്ടി നിങ്ങൾ സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പിനെ വിധാനിച്ചു കൊടുക്കുക, അവന് വേണ്ടി സ്വർഗത്തിന്റെ കവാടങ്ങളെ നിങ്ങൾ തുറന്നു വെച്ചു കൊടുക്കുക, അവന്റെ ഖബറിനെ നിങ്ങൾ വിശാലമാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. അവന്റെ കണ്ണെത്താ ദൂരം വരെ വിശാലമായി മാറും ഖബർ എന്നാണ്. അപ്പൊ മറ്റാൾക്കാർ ചോദിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനത്തെ ഖബർ ഇടുമൂലേ എന്നാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും ഒരു ഹിസ്സിയായ നിലക്ക് നമ്മളെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ അതൊന്നും പിടുത്തം കിട്ടില്ല. അത് അള്ളാഹ് എന്ത് പറഞ്ഞുവോ ആ പറഞ്ഞതിനെ നമ്മൾ അതുപോലെ ഉണ്ടാക്കുക എന്നുള്ളത്. ആമന്ന വസദ്ദഖന സമിഅന വഅതഅന, അതിലത്രേ ഉള്ളൂ. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തന്നെ മറ്റവർക്ക് ഇങ്ങപ്പുറത്ത് ഖബറിൽ കിടക്കുന്ന സ്വർഗത്തിന്റെ പരിമളം ആസ്വദിച്ച് പരിമളത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള അവസ്ഥകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് തൊട്ട് ഇങ്ങപ്പുറത്ത് ഒരു കല്ലിന്റെ വ്യത്യാസമുള്ളൂ. നരകത്തിൽ നിന്നുള്ള എന്താക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഇവന്റെ സ്വർഗത്തിന്റെ അങ്ങോട്ടും കിട്ടൂല, അവന്റെ നരകത്തിന്റെ ഇങ്ങോട്ടും വരൂല. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹനെ നമ്മൾ എന്താക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. അല്ലാഹന്റെ കഴിവ് നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര കഴിയുന്നുള്ള നമ്മൾ നോക്കിയാൽ മതി എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മളെപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മുഅ്മിനിന്റെ അവസ്ഥയാണ്. ഇത് മുനാഫിക്കിന്റേതോ ആണെങ്കിലോ, മുനാഫിക്കിന്റേതാണെങ്കിലോ, മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ എന്താ, മുഅ്മിനാണ് പേരുണ്ട്, ഉള്ളിലെന്താണ് ഈമാനൊന്നുമില്ല. അങ്ങനത്തെയാണെങ്കിൽ ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി പറയുന്നത് എന്താണ്, മൻ റബ്ബുക, അവന്റെ ഉത്തരം റബ്ബി അല്ലാഹ് തന്നെയാണ്. ഇമാം നസായി ഉദ്ധരിച്ച ഹദീസിൽ അങ്ങനെയാണ്, റബ്ബി അല്ലാഹ് തന്നെയാണ്. അപ്പൊ അടുത്ത ചോദ്യം, കൈഫ അറഫ്ത, എങ്ങനെ മനസ്സിലാക്കിയത്? അവിടെയാണ് ഉത്തരത്തിൽ മാറ്റം. മുഅ്മിനിന്റെയും മുനാഫിക്കിന്റെയും ഉത്തരത്തിൽ മാറ്റം വരുന്നത് അവിടെയാണ്. മുനാഫിക്കാണെങ്കിൽ പറയും സമിഅ്തു അന്നാസ യഖൂലൂന കദാ വകദാ ഫഖുൽതുഹു, ജനങ്ങൾ അതങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, അപ്പൊ ഞാനും അങ്ങനെ പറഞ്ഞതാണ് എന്നാണ്. അതിന്റെ അങ്ങേപ്പുറത്തേക്ക് എനിക്ക് അതിനെ കുറിച്ച് ഒരു അറിവില്ല എന്നാണ്. ഇതാണോ നിങ്ങളെ അവസ്ഥ? ഇന്ത്യ നമ്മള് മുസ്ലിമായി എന്ന് വെച്ച് കഴിഞ്ഞാല് വാപ്പിമ്മയൊക്കെ മുസ്ലിമായി, അതുകൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടായതുണ്ട്. ആ തറവാട്ടിൽ കൂടെ അങ്ങനെ പോകുന്നതാണ് എന്നതാണ് ഉത്തരം. കഴിച്ചിലാകല് പണിയാണ്.
അത് അള്ളാഹ് നമുക്ക് നൽകിയ ഒരു ഔദാര്യാണ്. ഔദാര്യം എന്ത്? ഒരു മുസ്ലിമായ ഉമ്മയുടെയും ഉപ്പയുടെയും മകനോ മകളോ ആയിക്കൊണ്ട് ജനിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്തെന്നു എന്നുള്ളത് അത് നമുക്ക് അള്ളാഹ് ചെയ്തെന്ന ഒരു ഔദാര്യാണ്. അപ്പൊ നമ്മൾ കൂടുതൽ പണിയെടുക്കണം. അള്ളാന്റെ അനുഗ്രഹം കിട്ടിയപ്പോ ലഇൻ ശകർതും ലഅസീദന്നകും. അവിടെയാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ അള്ളാഹ് ഖുർആൻ വെച്ച് തന്നത്. ആ ഖുർആനിനെ ഹദീസുകൾ കൊണ്ട് വ്യാഖ്യാനിച്ച് മുൻഗാമികളായ സഹാബത്ത് എങ്ങനെയാണോ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാകാൻ മാത്രം രൂപത്തിൽ കാര്യങ്ങൾ അള്ളാഹു സംവിധാനിച്ചത്. അത് നമ്മൾ എത്ര കണ്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അവന്റെ ഉത്തരം തെറ്റാണ്. അതല്ല ഉത്തരം കിട്ടേണ്ടിയിരുന്നത്. ആ ഉത്തരത്തിൽ അവർക്ക് പയച്ചു. രണ്ടാമത്തെ ചോദ്യത്തിനും മൂന്നാമത്തെ ചോദ്യത്തിനൊക്കെ തന്നെയാണ്. 3 ചോദ്യത്തിന് പയച്ച പിന്നെ 4ാമത്തെ ചോദ്യം ഞാനാണ്. ഞാൻ 3 കഴിച്ചിലായാലേ 4ാമത്തെ കഴിച്ചിലാവുള്ളൂ. ഈ രൂപത്തിലാണ് ഹദീസുകൾക്ക് വ്യാഖ്യാനം നൽകിയ പല പണ്ഡിതന്മാരും പറഞ്ഞത്. ഇനി ഒരു സത്യനിഷേധിയായ മനുഷ്യനാണ് മരിക്കുന്നുണ്ടെങ്കിലോ അവന്റെ മരണസമയമായി കഴിഞ്ഞാൽ അവന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന മലക്കളെ കുറിച്ച് പറയുന്നിടത്ത് കാണാൻ പറ്റും. അവര് ഭീകര രൂപത്തിലാണ് വരുന്നത്. ഈ മറ്റേ ഇതിന്റെ ഭാഗമായി കൊണ്ട് ഇതിന്റെ അവസാന ഭാഗത്ത് കാണാൻ പറ്റും. മുഅ്മിനീങ്ങളുടെ വിഷയത്തിലുള്ളത് ഇതിന്റെ ഏറ്റവും അവസാനം പറഞ്ഞത് അങ്ങനെ ഈ മലക്കള് അള്ളാഹ് പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടി സ്വർഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ വിരിച്ചു കൊടുത്ത് സ്വർഗത്തിന്റെ വാതിലൊക്കെ തുറന്നെടുത്ത് അവന് എന്താണ് പറയാ ഖബറിനെ വിശാലമാക്കി കൊടുത്ത് ഓല് പോയി കഴിഞ്ഞാല് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ വരുന്നതാണ്. അവിടെ നല്ല കാണാൻ ചുരുക്കുള്ള മനുഷ്യൻ. ഇത് മനുഷ്യന്റെ രൂപത്തിലാണ് വരിക. നീ സന്തോഷിച്ചു കൊള്ളുക എന്നാണ് വരും. അപ്പൊ പറയും ആരാ ഈ സന്തോഷത്തോടെ നിന്നെ കാണുമ്പോ തന്നെ സന്തോഷം, നീ പറഞ്ഞത് സന്തോഷിക്കുക എന്നാണ് കണ്ട് വരുന്നത്. നീ ഏതാണ്, നീ ആരാണെന്ന് ചോദിക്കുമ്പോ പറയും അന അമലുക സാലിഹ് എന്നാണ്, നിന്റെ സൽക്കർമ്മങ്ങളാണ് ഞാൻ എന്നാണ്. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ 3 സാധനങ്ങൾ മയ്യത്തിന്റെ പിന്നാലെ പോകും, 2 തിരിഞ്ഞു പോകുന്നതാണ്, 1 അവിടെ ബാക്കിയാവുന്നതാണ്. എന്നിട്ട് പറഞ്ഞത് അവന്റെ അഹ്ലും മാലും അമലുമാണ് പോവുക മയ്യത്തിന്റെ കൂടെ. യത്ബഉൽ മയ്യിത്ത് സലാത്ത് എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പറഞ്ഞു മാലും അമലും മാലും അഹ്ലും എന്താക്കും, ഖബറുകൾ വരെ തിരിച്ചു തരും, അവിടെ നിന്ന് തിരിച്ചു പോകും. അവന്റെ അമൽ അവിടെ ബാക്കിയാവുന്നതാണ്. ആ അമല് ബാക്കിയാവുന്നത് ആ അമൽ അവിടെ വരും, മനുഷ്യന്റെ രൂപത്തിൽ അന്ന് അവിടെ കൊണ്ടുവരും. എന്നിട്ട് അവനെ സമാധാനിപ്പിക്കാൻ അവിടെ ഉണ്ടാവും, അവന്റെ ഖബറിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പറയുന്ന റബ്ബി അഖിനി സാഅ, പടച്ചോനെ ഖിയാമത്ത് നാൾ ഉണ്ടായാലും എത്ര നന്നായിരുന്നു, പെട്ടെന്ന് ഖിയാമത്ത് അയക്കണമെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം ഇത് ചെറുതാണ്, ഇതിന് വലുതൊരു കിട്ടാൻ പോകുന്നത് സന്തോഷങ്ങളുടെ ലോകം. ഞാൻ എന്താക്കും, ഞാൻ എൻ്റെ കുടുംബത്തിലേക്കും സ്വത്തിലേക്കും ഒക്കെ ഞാൻ മടങ്ങിപ്പോകുമായിരുന്നു എന്ന് പറയുന്നതാണ്. നല്ല സത്യനിഷേധിയുടേതാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടാൽ അറുക്കുന്ന, കണ്ടാൽ വെറുക്കുന്ന, കണ്ടാൽ പേടി ഉണ്ടാവുന്ന രൂപത്തിൽ അവന്റെ മുന്നിൽ മലക്കൾ ഇങ്ങനെ വന്നു നിൽക്കും. മരണത്തിന്റെ യഥാർത്ഥ സമയമാകുമ്പോൾ മലക്കൽ മൗത്ത് വരും. മലക്കൽ മൗത്ത് വന്നിട്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ ഇർജിഇ ഇലാ ഗളബില്ലാഹി വസഖ്തിഹി, അല്ലാഹുവിന്റെ കോപത്തിലേക്കും ദേശത്തിലേക്കുമായി കൊണ്ട് നീ ഇറങ്ങി വരിക എന്നാരോട് പറയും? ഈ മനുഷ്യന്റെ ആത്മാവിനോട് പറയും. ഈ മനുഷ്യന്റെ ആത്മാവിനോട് പറയുമ്പോ ആ മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങി വരാൻ വിസമ്മതം പ്രകടിപ്പിക്കുന്നതാണ്. അപ്പൊ ആ ആത്മാവിനെ എന്താണ് വലിച്ചു ഇറക്കുക ചെയ്യും, പിടിച്ചെടുക്കുന്ന പറഞ്ഞത്. അതിന് പറഞ്ഞ പ്രയോഗം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നുരുമ്പിയ പോട്ടന്റെ വസ്ത്രം, പരുത്തിയുടെ വസ്ത്രം മുൾച്ചെടികളുടെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ എന്നിട്ട് അവിടെ ഇങ്ങനെ അതിങ്ങനെ വലിച്ചിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ അത് എങ്ങനെയാണ് പുറത്തേക്ക് പോരുക എന്നതുപോലെയാണ് അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു പോരുക എന്നാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലളിതമായ രൂപത്തിൽ ആത്മാവിനെ പിടിച്ചിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവിനാണ്. ആ സമയത്ത് തന്നെ നബി പറഞ്ഞ ഇന്നലിൽ മൗതി സഖറാത്ത്, മരണത്തിന് വല്ലാത്തൊരു വേദന ഉണ്ട് കേട്ടോ എന്നാണ്. ഇന്നലിൽ മൗതി സഖറാത്ത്, മരണത്തിന് മനുഷ്യനെ മത്ത് പിടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നാണ്. വേദന കൊണ്ട് മനുഷ്യന് മത്ത് പിടിക്കുന്ന അവസ്ഥ ഉണ്ടോ, എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്ത അവസ്ഥ എന്ന് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവന്റെ അവസ്ഥ എന്താ?
കാഫിറിനെ കുറിച്ച് പറഞ്ഞപ്പോ ഈ രൂപത്തിൽ പിഞ്ഞി പിഞ്ഞി കഷ്ണം മുറിഞ്ഞ് അവന്റെ ആത്മാവ് പുറത്തു പോരുന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മലക്കുകൾ അവരുടെ മുഖത്തും മുതുകത്തും മർദ്ദിച്ചു കൊണ്ടിരിക്കുന്നതാണ്, ആത്മാവിനെ പുറത്തെടുക്കാൻ വേണ്ടി. മലക്കുകൾ ആ മനുഷ്യന്റെ മുതുകത്തും മുഖത്തുമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് സത്യനിഷേധിയാണെങ്കിൽ. അങ്ങനെ ആണ് അവന്റെ ആത്മാവ് എന്താക്കേണ്ടത്, അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തിറക്കേണ്ടത്. മറ്റൊരു നരകത്തിൽ നിന്നുള്ള ഒരു കഫൻ പുടവയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റത് ഹനൂത്ത് മിൻ ഹനൂത്തുൽ ജന്നയാണ്. ഇവിടെ മസൂഹുൻ മിൻ മസൂഹിൻ നാർ എന്ന ഹദീസിലെ പ്രയോഗം. ഈ കഫൻ പുടവയുടെ പ്രത്യേകത ഒരു തരം ചൊറിയൻ ജീവിയുടെ രോഗം കൊണ്ടുണ്ടാക്കിയ അതാണെന്നൊക്കെ അതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാൻ പറ്റും. അതിലേക്ക് ആത്മാവിനെ പ്രവേശിപ്പിക്കുന്നത് കൂടി തന്നെ ആത്മാവിന് അവന്റെ ശിക്ഷ തുടങ്ങി, ചൊറിഞ്ഞി പൊട്ടൽ തുടങ്ങുന്നത്. രണ്ടാമത്തത് നരകത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ ദുർഗന്ധം അവന്റെ ആത്മാവിന്റെ മേലെ പരട്ടുന്നതാണ്. അതോടുകൂടി ദുർഗന്ധം വമിക്കുന്ന ജന്തുവായിട്ട് മാറും. ഇതുമായി ആകാശലോകത്തേക്ക് കടന്നു ചെല്ലും. വഴിയിലുള്ള മലക്കളൊക്കെ ചോദിക്കും, ഏതാണ് ഈ ദുർഗന്ധം, ഏതാണ് ഈ ദുർഗന്ധം എന്താണ് വമിക്കുന്ന ഈ ആത്മാവ് ആരുടേതാണെന്ന് ചോദിക്കുമ്പോ ദുനിയാവിൽ അവന് ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന പേരുണ്ട്. ആ പേര് കേട്ടുകഴിഞ്ഞാൽ തന്നെ അവനക്ക് വെറുപ്പും ദേശം തുടങ്ങും. ആ പേര് വിളിച്ചുകൊണ്ട് അവനെ പരിചയപ്പെടുത്തുന്നതാണ്. അതിന് ഒന്നാനാകാശത്തിന്റെ വാതിൽക്കലെത്തും, വാതിൽ തുറക്കാൻ ആവശ്യപ്പെടും. പക്ഷെ അവനക്ക് വേണ്ടി തുറക്കാനൊന്നും ഉണ്ടാവില്ല, ഓർഡർ ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്ക് വേണ്ടി ആ ഒന്നാനാകാശത്തിന്റെ വാതിൽ തുറക്കാൻ വേണ്ടി ഓർഡർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നാനാകാശത്തിന്റെ വാതിൽ തുറക്കപ്പെടൂല. ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും, എന്റെ അടിമ എന്നെ കളവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഫത്റുഹു അവരെ നിങ്ങൾ എന്താക്കുക, ഫത്റുദൂഹു അവരെ നിങ്ങൾ എറിഞ്ഞു കൊള്ളുക എന്നാണ്. അവിടുന്ന് എന്താക്കും, ഒന്നാനാകാശത്തിന്റെ മേലെ എന്താക്കും, അവന്റെ ആത്മാവിനെ വലിച്ചെറിയുന്നതാണ്. എന്നിട്ട് അത് പറഞ്ഞ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. അവൻ ആകാശത്ത് നിന്ന് വീണവനാണ്. അതേതാണ്? ഇവനാണ്. ആ ആത്മാവിനെ പക്ഷികൾ റാജിയെടുക്കും. കാറ്റടിക്കുമ്പോൾ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അങ്ങനെ വലിയ പ്രയാസങ്ങളും പീഡനങ്ങളും സഹിച്ചുകൊണ്ടാണ് എന്താക്കുന്നത്, ഇവന്റെ ശരീരത്തിലേക്ക് വീണ്ടും ഖബറിലേക്ക് ഇവൻ പ്രവേശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അവൻ അനുഭവിക്കേണ്ടി വരും. ഇത് ഞാൻ എന്റെ ഒരു സങ്കല്പത്തിൽ നിന്ന് പറയേണ്ടതല്ല. മഹാനായ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരിയുടെ മയ്യത്ത് മറമാടുന്നതിന്റെ തൊട്ടു മുമ്പ് ആ ഖബറിന്റെ മുകളിൽ നിന്നുകൊണ്ട് അതല്ലെങ്കിൽ അരികിൽ നിന്നുകൊണ്ട് ആ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തതാണ്. ഇത് വെച്ചുകൊണ്ട് സാധാരണ ഇതിന്റെ ഫായിദകളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ എണ്ണുന്നത് കാണാൻ കഴിയും. ഖബറുകളെ ആൾക്കാർ ഒരുമിച്ച് വിടുമ്പോ മരണവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ഒക്കെ അവതരിക്കുക എന്നുള്ളൊരു സുന്നത്താണ്. ആൾക്കാർക്ക് അപ്പൊരു ബോധം ഉണ്ടാവും, വേറൊന്നും എന്താവില്ല, ആ ബോധം ഉണ്ടാവില്ല. നബിയുടെ ദഅവത്തിന്റെ രീതി അതായിരുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആൾക്കാർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെ അവന്റെ ശരീരത്തിലേക്ക് വീണ്ടും ഈ ആത്മാവിനെ അല്ലാഹു പ്രവേശിപ്പിക്കും. മലക്കൾ വരുന്നുണ്ട്, ചോദ്യം ചോദിക്കുന്നുണ്ട്, മൻ റബ്ബുക, ആരാന്റെ റബ്ബ് എന്നാണ്, എന്റെ രക്ഷിതാവാരാണ്, ആര് പറഞ്ഞ പോലെ നീ ജീവിച്ചത് വെച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ മാത്രം ഒരു രക്ഷിതാവൊന്നല്ല ഉള്ളത്. ഒരുത്തങ്ങ് പറഞ്ഞപ്പോ ആ കോലത്തിൽ തല വെട്ടി മുടി വെട്ടി, മറ്റോ പറഞ്ഞപ്പോ മറ്റേ കോലത്തിൽ കുപ്പായിട്ട്, മറ്റോ പറഞ്ഞപ്പോ കുപ്പായത്തിന് അവിടെ കീറലിട്ട്, ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ഓരോ രക്ഷിതാക്കളെ. അങ്ങനെ പടച്ചോ പറഞ്ഞ പോലെ ജീവിക്കാൻ കഴിഞ്ഞാലാണ് എന്ത് പറയാൻ പറ്റുള്ളൂ, എന്റെ റബ്ബ് അല്ലാഹുവെന്ന് പറയാൻ പറ്റുള്ളൂ. ഖുർആനിലൂടെ അല്ലാഹുവിനെ മനസ്സിലാക്കി ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിച്ചവർക്ക് എന്റെ റബ്ബ് അല്ലാഹുവെന്ന് പറയാൻ പറ്റുള്ളൂ. വമാദീനുക, എന്താ എന്റെ കണ്ടതിന്റെ അമല്, എന്താണ് എന്റെ കണ്ടതിന്റെ കൂലിക്ക് കിട്ടാനുള്ള, എനിക്ക് കൂലി കിട്ടാനുള്ള എന്ത് പണിയെ എടുത്തുകിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതറിയില്ല. വമാഇൽമുക, എന്താ എന്റെക്കുള്ള വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവനോട് പിന്നെ എന്തില്ല. മഹാദർ റജുലില്ലദീ ബുഇസ ഫീ കുല്ല, ഖബറിൽ ഒരാൾ, ആ ഖബറിലെ ഫിത്നയിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാലോ പിന്നെ അവിടെ അങ്ങോട്ടുള്ളതൊക്കെ എളുപ്പമാണ്. അവിടെ കുടുങ്ങിയാലോ അവിടെ അങ്ങോട്ടുള്ളത് മുഴുവൻ ദുരന്തങ്ങൾ നിറഞ്ഞതാണ്, പിന്നെ രക്ഷയില്ല.
പിന്നെ രക്ഷയില്ല. ഈ രൂപത്തിലാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് അപ്പോ എന്റെ അടിമ എന്നെ കളവാക്കിയിരിക്കുന്നു എന്ന് പറയും. നരകത്തിൽ നിന്നുള്ള കവാടത്തെ അവൻ തുറന്നു കൊടുക്കുക, അതിന്റെ ചൂടും അതിന്റെ ആവിക്കലൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊള്ളട്ടെ എന്നാണ്. അവന്റെ ഖബറിനെ നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ അവനെ ശക്തമായി എന്താക്കും, പ്രഹരിക്കുന്നതാണ്. ആ ശബ്ദം, അവന്റെ അട്ടഹാസത്തിന്റെ ശബ്ദം മലക്കുകളും മനുഷ്യരും ജിന്നുകളും അല്ലാത്ത ബാക്കി എല്ലാവരും കേൾക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ കാണാൻ പറ്റും, മറവ് ചെയ്യുവാൻ ആളുകളെ കിട്ടുമായിരുന്നില്ല എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നില്ല എങ്കിൽ ഖബറിൽ നടക്കുന്ന അവസ്ഥകൾ കേൾക്കാൻ വേണ്ടിയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടി ഞാൻ ദ്വാരക്കേരുന്നതാണ്. പിന്നെ ഖബർസ്ഥാന്റെ അടുത്ത് കൂടെ ഒരു മനുഷ്യൻ എന്താക്കൂല, നടക്കൂല. അത്രയും വലിയ ബഹളവും ഒച്ചപ്പാടും പ്രയാസങ്ങളും നടക്കുന്നുണ്ട്. പടച്ചോൻ എന്താക്കിയതാണ്, അത് കേൾക്കാനുള്ള കാതിന് നമുക്ക് തന്നിട്ടില്ല. അല്ലാഹു റസൂൽ പറയാം, മയ്യത്ത് മറമാടാനുള്ള ആളെ കിട്ടൂലെന്ന് പേടിച്ചതുകൊണ്ടാണ്. മയ്യത്തിന്റെ അടുത്ത് ഒരു മനുഷ്യൻ നടക്കൂല. ആ നിലക്കുള്ള അട്ടഹാസങ്ങൾ എന്താക്കുന്നുണ്ട്, കാഫിറായ അല്ലെങ്കിൽ സത്യനിഷേധിയായ ആളുടെ ആത്മാവാണെങ്കിൽ, മുനാഫിക്കിന്റെ ആത്മാവാണെങ്കിൽ അയാളിൽ നിന്ന് എന്താക്കുന്നുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒച്ചപ്പാടുകളും ബഹളമൊക്കെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് കണ്ണും മൂക്കൊന്നും ഇല്ലാത്ത, അല്ലെ കണ്ണും ചെവിയൊന്നും ഇല്ലാത്ത ഒരു ഭീകരജീവി ഇങ്ങനെ വരും. എന്തായി അനുഭവിച്ചോ എന്ന് പറഞ്ഞാൽ കണ്ടു ഇങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ വരുന്നത്. അപ്പൊ നീ ആരാണ്? നീ വരുന്നത് തന്നെ എന്താണ് പറയാ, ഭാഗ്യദോഷവുമായി കൊണ്ടാണല്ലോ. ആരാന്ന് നോക്കുന്നത്. അപ്പൊ പറയാം, അമല് വേറെ ആരല്ല, ഞാൻ എന്റെ അമൽ തന്നെയാണ്. ഏതാമൽ? നീ ചെയ്ത് കൂട്ടിയ തോന്നിവാസങ്ങളാണ് ഞാൻ. എന്നിട്ട് ആ അമല് അവനെ പ്രഹരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മറ്റൊരു അമല് അവനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ അമല് അവനെന്താക്കും, അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ അവനെ പ്രഹരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവനിങ്ങനെ പറയുന്ന, അല്ലാഹുവേ ഖിയാമത്ത് നാൾ ഉണ്ടായിട്ടില്ലാന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. കാരണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്നുണ്ടെങ്കിൽ അവർക്ക് ഖിയാമത്ത് നാളും ബോധ്യപ്പെടും. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞപ്പോൾ ലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ എന്ന ആയത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അഥവാ അല്ലാഹു ദുനിയാവിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, ആഖിറത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണെന്നാണ് എന്താക്കിയത് അല്ലാഹു പറഞ്ഞത്. ഇപ്പൊ മുഫസ്സിരീങ്ങൾ ഒരു ചർച്ച ഉണ്ട് അവിടെ. എന്താ ചർച്ച എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണെന്ന് പറയാതെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞതാണ്. അതിന് മുഫസ്സിരീങ്ങൾ രസകരമായി നടത്തിയൊരു ചർച്ചയുടെ ഭാഗത്തിൽ കാണാൻ പറ്റും, ലോകത്തുനിന്ന് എല്ലാവരും മരിച്ചു പോകുമ്പോൾ എല്ലാവരും മുഅ്മിനായിട്ട് മരിച്ചുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നാ പറഞ്ഞത്, അല്ല മുഅ്മിനൂൻ എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. കാരണം ദുനിയാവിന്ന് വിട പറയുന്നതോടുകൂടി മലക്കിനെ കാണും, സ്വർഗം കാണും, നരകം കാണും, ഒക്കെ അല്ലാഹു കാണിച്ചു കൊടുക്കും. സ്വർഗത്തിൽ നിന്നുള്ള ഇരിപ്പിടം കാണിച്ചു കൊടുത്തത് പറയും, ഇതാണ് എനിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചത്, പക്ഷെ അതിന് വേണ്ടി പണിയെടുത്തില്ല, അതുകൊണ്ട് ഞാൻ എനിക്ക് പോകാനുള്ള കണ്ടാണ് നമ്മൾ എന്താക്കും, കാഫിറാണെങ്കിൽ അവർക്ക് നരകം കാണിച്ചു കൊടുക്കും. മുഅ്മിനാണെങ്കിൽ മുഅ്മിനിന് ആദ്യം നരകത്തിൽ നിന്നുള്ള ഇരിപ്പിടം കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയുന്നത്, ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് പോകാനുണ്ടായിരുന്നത് ഇവിടേക്കായിരുന്നു, പക്ഷേ മാന്യമായി നീ ജീവിച്ചത് കൊണ്ടതാ നിനക്ക് പോകാനുള്ള കണ്ടാണ് സ്വർഗത്തിലുള്ള ഇരിപ്പിടം കാണിച്ചു കൊടുക്കുന്നതാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് എന്താക്കണ്ട് മരിക്കേണ്ടത്. ഇതൊക്കെ ആ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ മുഅ്മിനാകാതൊക്കെ എങ്ങട്ടാ പോകേണ്ടത്? അതുകൊണ്ടാ പറഞ്ഞത് തൊണ്ടക്കുഴിയിൽ റൂഹത്തിന്റെ മുമ്പ് തൗബ സ്വീകരിക്കുന്നതാണ്. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കണ്ണിന്റെ മുമ്പിലുള്ള മാറന്റെ എടുത്ത് കളയോട് കൂടി സ്വാഭാവികമായിട്ട് എന്താവും, ഏത് ഫിറൗനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും, പക്ഷെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഫിറൗൻ പറഞ്ഞത് ആമൻതു ബി റബ്ബി മൂസ വഹാറൂൻ, പക്ഷെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്താ ഉണ്ടായില്ല, ഒരു കാര്യം ഉണ്ടാവില്ല. മരിക്കുമ്പോ എല്ലാവരും മുഅ്മിനായിട്ട് മരിക്കാന്നാണ്. അതുകൊണ്ടാണ് മുഅ്മിൻ അവിടെ പറയാതെ എന്ത് പറഞ്ഞത്, സ്വാലിഹ് എന്ന് പറഞ്ഞത്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് പറഞ്ഞത്. അല്ലാഹുവിന് ജീവിതം സമർപ്പിക്കപ്പെട്ട സാഹചര്യത്തിലാണ് എന്താകേണ്ടത്,
ദുനിയാവ് നമ്മൾ ഇവിടെ പറയേണ്ടതെന്നുള്ളതാണ്. അപ്പോ ഇത് ഈ രൂപത്തിലായിരിക്കും അവന്റെ ഖബറിലുള്ള അവസ്ഥ എന്നുള്ളത്. അപ്പോഴാണ് അവൻ പറയേണ്ടത്, റബ്ബി പടച്ചോനെ, ഈ അന്ത്യനാൾ ഉണ്ടാകാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, മയ്യത്ത് എന്ന് പറയുമ്പോ മയ്യത്ത് നമ്മൾ വിചാരിക്കുന്ന കേസൊന്നല്ല. നമ്മള് അതെങ്ങനെ എന്താക്കും, അത് ബേജാറൊന്നുമില്ലാന്നുള്ളവർക്ക് അതിങ്ങനെ മയ്യത്ത് എപ്പോഴാ മറയുക, അതിപ്പോ എന്താ മക്കള് ഗൾഫിൽ നിന്ന് വരട്ടെ, മറ്റൊരു അവിടുന്ന് വരട്ടെ, ഇവിടുന്ന് വരട്ടെ എന്നൊക്കെ പറയും. അത്ര പേരിൽ നിർബന്ധമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, കാത്തുവെക്കൽ നിർബന്ധമുണ്ടെങ്കിൽ മാത്രം കാത്തുവെച്ചാൽ മതി. വിദേശത്ത് വെച്ച് മരണപ്പെട്ടു, എന്തിനാ മയ്യത്ത് കൊണ്ട് കൊണ്ടുവരേണ്ടത്? മുസ്ലിം രാജ്യങ്ങളാണ് എങ്കിൽ അവിടെ ഇസ്ലാമികമായി കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളാണെന്നുണ്ടെങ്കിൽ വെറുതെ മയ്യത്ത് കൊണ്ട് കൊണ്ടുവരേണ്ടതാണ്. അത് പെട്ടെന്ന് അവിടെ മറവ് ചെയ്യാൻ ആവശ്യമായ രൂപത്തിലുള്ള കടലാസുകൾ ഇവിടുന്ന് എഴുതി കൊടുക്കുക, അത് അവിടെ മറവ് ചെയ്യുക. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തിനാണ് അയാൾ സ്വർഗാവകാശിയാണെങ്കിൽ നമ്മൾ എന്തിനായിട്ട് ഇടങ്ങാറാക്കേണ്ടത്? ഇനി നരകത്തേക്ക് പോകാനുള്ള ഒരു പാണ്ടാണെന്ന് എന്തിനാ നമ്മൾ അതിനെ വഹിക്കേണ്ട ആവശ്യമില്ല. റസൂൽ അതാ ചോദിച്ചത്, നിങ്ങൾക്ക് ആ തോളിന് വേണ്ട ഇറക്കി വെച്ചുകൂടാതെന്നാണ്. സ്വർഗത്തേക്ക് പോകാനുള്ളവരാണെങ്കിൽ അവന് കിട്ടാവുന്ന ആസ്വാദനങ്ങൾ നമ്മളായിട്ട് തടഞ്ഞേക്കണ്ട. നരകത്തേക്കുള്ള പാണ്ടാണെങ്കിൽ എന്തിനാ നമ്മളെ പരിധിയിൽ അതിനെ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താക്കുക, എവിടെ വെച്ച് മരിച്ചാലും അവിടെ മറവ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇസ്ലാമികമായി കൊണ്ട് കുളിപ്പിക്കുവാനും നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉള്ള നാടാണെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ മറവ് ചെയ്യാൻ വേഗം അനുവദിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മയ്യത്തിനോടുള്ള ഏറ്റവും വലിയ എന്താണ് പറയാ, ഏറ്റവും വലിയ ഒരു ആദരവ് എന്നുള്ളത് മരിച്ചു കഴിഞ്ഞാൽ വേഗം മയ്യത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എളുപ്പം ചെയ്തുകൊണ്ട് ഏറ്റവും എത്ര വേഗം നമുക്ക് മറവ് ചെയ്യാൻ പറ്റും അത്ര വേഗം മറവ് ചെയ്യണം. അതുകൊണ്ട് മയ്യത്തിനെ കൊണ്ടുപോകൽ തന്നെ എങ്ങനെ കൊണ്ടുപോകേണ്ടത്, വേഗം കൊണ്ടുപോകണമെന്ന് പറയുന്നത്. ചിലപ്പം ഈ മക്കത്തും മദീനത്തൊക്കെ പോയി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ നിന്നിപ്പോ നമുക്കൊക്കെ നേരിട്ട് കാണാനും അനുഭവിക്കാനൊക്കെ കഴിയും. ചിലപ്പോ നമ്മളൊക്കെ ഇങ്ങനെ മയ്യത്തിനെട്ടിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെയും കൂടി പിടിച്ചോണ്ട് പോകും. ആ സ്പീഡിലാണ് എന്തൊക്കെ കൊണ്ടുപോകല്, പെട്ടെന്ന് കൊണ്ടുപോകും. അപ്പൊ ആ നിലക്ക് തന്നെ നമ്മൾ എന്താക്കണം, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഒരു കർമ്മശാസ്ത്രം അതിന്റെ ഇവിടെ പറഞ്ഞത് മാത്രം. വിശ്വാസപരമായ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിലക്കുള്ള സംവിധാനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവുമായി കൊണ്ട് സംവിധാനിച്ചിട്ടുള്ളത്. മരണം എന്നുള്ളത് അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്, ഒരിക്കലും തന്നെ ഒരു അവസ്ഥക്ക് പറയുന്ന പേരല്ല. ആ സൃഷ്ടി നമ്മളുമായി കൊണ്ട് കൂട്ടിമുട്ടുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്താവും, നമ്മുടെ റൂഹ് പുറത്തു പോകും, എന്നേക്കുമായി കൊണ്ട് പുറത്തു പോകും. ആ മുട്ടണ നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീഖ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹുവോട് ചോദിച്ചിട്ട് അതിനുവേണ്ട പണിയാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാവുന്നതാണ്. ഇപ്പൊ ഖബറിലുള്ള ഫിത്ന എന്ന് പറഞ്ഞാൽ അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണോ, കാഫിരീങ്ങൾക്ക് മാത്രമാണോ, മുനാഫിക്കുകൾക്ക് മാത്രമാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഉണ്ട്. പണ്ഡിതന്മാർ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റൂഹ് എപ്പോഴാണ് തിരിച്ചു വരിക, എന്താണ് സംഭവിക്കുക എന്നുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായ പഠനങ്ങളിൽ മറ്റെപ്പോഴെങ്കിലും ആകാം. ഇനി മൂന്നാമത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ റൂഹിന്റെയും ശരീരത്തിന്റെ അവസ്ഥ. രണ്ടവസ്ഥ പറഞ്ഞു. മൂന്നാമത്തെ അവസ്ഥ പറഞ്ഞാൽ ബർസഖ് കഴിഞ്ഞിട്ട് പരലോകത്താണ്. അവിടെ റൂഹും ശരീരവും ഒരുപോലെയാണെന്നാണ്. റൂഹും ശരീരവും ഒരുപോലെ. ഇവിടെ ആർക്കാ പ്രാമുഖ്യം തന്നെ ദുനിയാവില്? ശരീരത്തിന്റെ. ബർസഖിൽ ആർക്കാണ്? റൂഹിന്. മഹ്ശറിലെത്തി കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെയായിരിക്കും കാര്യങ്ങളെ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പൊ ഈ അവിടുന്ന് അങ്ങോട്ട് മുഴുവൻ പിന്നെ അങ്ങനെയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കുക, ഇതിന്റെ ഭാഗമായി കൊണ്ട് തഫ്സീലിയായ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട്, മുജ്മലായ വിശ്വാസമല്ല, തഫ്സീലിയായ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്ന, ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.